Hello, hi my dear plant lovers. നമ്മൾ ഓർക്കിഡ്സിൻ്റെ കെയറിനെ പറ്റിയിട്ടാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാറുള്ളത്. എങ്കിലും ഒത്തിരി കാലമായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നെങ്കിലും പലർക്കും ഇപ്പോഴും ഓർക്കിഡ് എങ്ങനെയാണ് വളർത്തുന്നതെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ്. കൂടുതലും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെയാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഓർക്കിഡൊക്കെ വളർത്തുമ്പോൾ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാവും, അതെങ്ങനെ വളർത്തും, കാരണം ഇത് മണ്ണിലല്ല വളരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു സീഡ്ലിങ്സ് എങ്ങനെ നമുക്ക് ഗ്രോ ചെയ്യിച്ച് കൊണ്ടുവരാം, അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള വീഡിയോസാണ് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പം കണ്ടോ, ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സാണ്. ഇത് ഓർക്കിഡ്സിൽ തന്നെ വരുന്ന ഡെൻഡ്രോബിയം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് ഒരു എപ്പിഫൈറ്റിക്കാണ്. സാധാരണ നമ്മളുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ ഈസി ആയിട്ട് വളരുകയും ഏറ്റവും കൂടുതൽ ഫ്ലവർ ചെയ്ത് തരികയും ചെയ്യുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് ഡെൻഡ്രോബിയം. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഗ്രോയിങ് പാർട്ടുകൾ ഓരോ സെക്ഷനായിട്ടാണ് വരുന്നത്, ഓരോ പാർട്ടായിട്ടാണ് വരുന്നത്. ഇത് ഈ ഒരു പ്ലാന്റ് എടുത്തിട്ട് എങ്ങനെ നമുക്ക് വളർത്താം, അപ്പോൾ ചെയ്യേണ്ട കെയറിങ്സ്, അതൊക്കെ ഓരോരോ പാർട്ട് സീരീസായിട്ട് വരുവാണ്. അപ്പം ഈ സീരീസ് ഇതിനെ ഗ്രോ ചെയ്യിച്ച് നമ്മളൊന്ന് ഫ്ലവർ ചെയ്യുന്നത് വരെ നമ്മൾ ഈ സീരീസിന് കണ്ടിന്യൂഷൻസ് വന്നുകൊണ്ടിരിക്കും കേട്ടോ വീഡിയോസ്. അപ്പം ഇത്രയും പ്ലാന്റ്സാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിനെ നമുക്ക് എങ്ങനെ പോട്ട് ചെയ്യാം, എങ്ങനെ കെയർ ചെയ്യാം, ഇതിനെ എങ്ങനെ ഗ്രോ ചെയ്യിച്ച് കൊണ്ടുവരാം, അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്മി സുൽത്താന. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ഇതുപോലുള്ള ഓർക്കിഡ്സും പ്ലാന്റ്സും ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ. അതുപോലെ മാക്സിമം കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും വീഡിയോ കാണും, പക്ഷേ നിങ്ങൾ സജഷൻസ് ഒന്നും നമ്മളോട് പറയാറില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ വാട്സപ്പ് ത്രൂ ആയിരുന്നു ഇത്രയും നാൾ പ്ലാന്റ്സും പോട്ട്സ് ഫെർട്ടിലൈസേഴ്സൊക്കെ നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, www.sulusorchids.com ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് മാക്സിമം പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെബ്സൈറ്റ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സജഷൻസും അറിയിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെൻഡ്രോബിയം 5 ഡെൻഡ്രോബിയം ഉണ്ട്. ഇത് നമ്മളുടെ ബിഗിനേഴ്സ് കിറ്റിൽ വരുന്ന ഡെൻഡ്രോബിയമാണ്. 5 ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സും അതിനാവശ്യമായിട്ടുള്ള പോട്ടിംഗ് മിക്സ്, അതുപോലെ അതിനാവശ്യമായിട്ടുള്ള വളം, ഫംഗിസൈഡ്, പോട്ട്, ഇതെല്ലാം കൂടി വരുന്നതാണ് നമ്മുടെ ബിഗിനേഴ്സ് കിറ്റ്. ബിഗിനേഴ്സ് കിറ്റ് ഓൾറെഡി നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ കാർട്ടിലായിട്ടും കൊടുക്കാം. അത് കണ്ടാൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വെച്ചിട്ടാണ് ഞാൻ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ ഇതേപോലെ വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ സീഡ്ലിങ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം തന്നെ നമുക്ക് ഒരുമിച്ച് വളർത്താം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന കെയറിങ്സ് നിങ്ങൾക്കും അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇതിന് നമുക്ക് ഫ്ലവർ ചെയ്യിച്ചെടുക്കണം. അതാണ് എൻ്റെ ഒരു എയിമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിന് ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഡെൻഡ്രോബിയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഫ്ലവർ കിട്ടുകയും ഈസി ആയിട്ട് വളർത്താനും പറ്റുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ 5 വെറൈറ്റി ഷെയ്ഡുകൾ എടുത്തിട്ടുണ്ട്. പല പല ഷെയ്ഡുകളാണ്. ഇതിനകത്ത് ബ്ലൂ വരുന്നുണ്ട്, അതുപോലെ ഒരു റെഡ് മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട്, യെല്ലോ ഉണ്ട്, പിന്നെ 2 എണ്ണം ടാഗ് ചെയ്യാത്ത പ്ലാന്റാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കിത് വളർത്തി ഫ്ലവർ ആകുമ്പോൾ അറിയാമല്ലോ ഏത് കളറാണെന്നുള്ളത്. ടാഗ് ചെയ്തിരിക്കുന്ന കളേഴ്സൊക്കെ സെയിം കളർ ഷെയ്ഡ് തന്നെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെയായിരിക്കും നിങ്ങൾ വാങ്ങിക്കുമ്പോൾ പ്ലാന്റ് കിട്ടുന്നത്. ഇതുപോലെ ചെറിയ പോട്ടുകളിലായിട്ടായിരിക്കും സീഡ്ലിങ്സ് കിട്ടുന്നത്. വലിയ പ്ലാന്റ് വാങ്ങിക്കണം എന്നുള്ളതെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഫ്ലവർ ഈസി കിട്ടും. ഇതാവുമ്പോൾ റേറ്റ് കുറവാണ്. അതുപോലെ നമുക്ക് ഈ ഭയങ്കരമായിട്ട് പ്ലാന്റ്സിനെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കൊച്ചു പ്ലാന്റ്സ് വാങ്ങിച്ച് വളർത്തിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ളവർക്കാകുമ്പോൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതുപോലെ 5 പ്ലാന്റ് വെച്ചിട്ട്. അപ്പം പലരും എൻ്റെ വീഡിയോസ് തുടർന്ന് കാണുന്നവരൊക്കെ ഉണ്ട്, എൻ്റെ കസിൻസൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഓർക്കിഡ് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പം അവരുടെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര ശോകാവസ്ഥയിലാണ് പ്ലാന്റ് ഇരിക്കുന്നത്. ഭയങ്കരമായിട്ട് ചുക്കി ചുളിഞ്ഞ് എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് നമ്മൾ വീഡിയോസിൽ പറയുന്നുണ്ടെങ്കിലും അവർക്ക് അത് പറഞ്ഞു കൊടുത്തിട്ട് ഒരു കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിലും ഉള്ളവരുണ്ടല്ലോ, എല്ലാവർക്കും അങ്ങോട്ട് സക്സസ്ഫുൾ ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഒരു സീരീസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരുപാട് പേര് കഴിഞ്ഞ് നമ്മുടെ ഇൻസെക്ടിസൈഡ് കൊടുക്കുന്ന ഫ്ലവേഴ്സ് കരിഞ്ഞു പോകുന്നതിനായിട്ട് നമ്മളൊരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം
അത് ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയെന്ന് കമൻറ്റിൽ ഒക്കെ അറിയിച്ചത് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു പ്ലാന്റ് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു എപ്പിസോഡ് വൈസാണ് വരുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതിൻ്റെ പോട്ടുകളൊക്കെ മാറ്റി ഇതിനെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. പ്രത്യേകിച്ച് ഫംഗിസൈഡ് ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് പ്ലാന്റിനെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇത് ഫംഗിസൈഡിൽ വേണം ഇത് വാഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ഫംഗിസൈഡ് നമുക്ക് ഇട്ട് കൊടുക്കുക. ഏകദേശം 1 ലിറ്ററിൽ കൂടുതൽ വെള്ളമുണ്ട്. നമുക്ക് ആദ്യം കുറച്ച് ഫംഗിസൈഡ് ഇടാം. പിന്നെ ഫംഗിസൈഡൊക്കെ നമ്മൾ എപ്പോൾ യൂസ് ചെയ്താലും നമ്മൾ ഗ്ലൗസ് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ഇത്രയും ഫംഗിസൈഡ് ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത് കണ്ടല്ലോ, ഏകദേശം ഒരു 2 ഗ്രാം. എന്നിട്ട് ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് ഇവിടെ മാറ്റി വയ്ക്കും. അപ്പോൾ ഈ വെള്ളത്തിലാണ് നമ്മൾ പ്ലാന്റും അതുപോലെ ഈ പോട്ടിങ് മിക്സുകളൊക്കെ വാഷ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ വാഷ് ചെയ്ത് ട്രീറ്റ് ചെയ്തതാണ് നമ്മളിവിടുന്ന് തരുന്ന ബിഗിനേഴ്സ് കിട്ടി തരുന്ന ഐറ്റംസ്. എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളിപ്പോൾ വേറെ എന്തെങ്കിലും എടുക്കുന്നെങ്കിൽ അതും ഇതുപോലെ ഒന്ന് വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും. കുറച്ച് കൊക്കോ ചിപ്സാണ്, നമ്മുടെ തൊണ്ടിൻ്റെ ചിപ്സ്. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ ചകിരി നാര് വേണമെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ മോസ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഇതല്ലേ. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മളിതാ ഇങ്ങോട്ട് വെക്കുവാണ്. ഇതേ രീതിയിൽ നിങ്ങൾ പോട്ട് ചെയ്താൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുമേ. ഇനി അടുത്ത് നമുക്ക് കരി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ കരി വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് പ്ലാന്റ് വാഷ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലാന്റിന് ചിലപ്പോൾ ഒരുപാട് കരി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പ്ലാന്റ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഫംഗിസൈഡ് കൊടുത്തേ ഉള്ളൂ നമ്മൾ, എങ്കിലും നമുക്കൊന്ന് ഫംഗിസൈഡിലൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് മുക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഈ പോട്ടൊന്ന് ഇളകി വരും. കണ്ടോ, പോട്ട് ഇളക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നന്നായിട്ട് നനഞ്ഞ് കുതിർന്നിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പോട്ട് ഈസി ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുക്കുക. ഇതിൽ ഇനി കൊള്ളാത്ത വേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതിലിപ്പോൾ അത്ര മോശം വേരൊന്നും പറയാനില്ല. ഇതൊക്കെ നല്ല ഹെൽത്തി റൂട്ടുകളാണ്. കണ്ടോ, പ്രത്യേകിച്ച് ഇങ്ങനെ നൂല് പോലെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. നല്ല വേരുകളും ചീത്ത വേരുകളും നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒന്നെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം. ഇത് കണ്ടോ, ഒരു ഗ്രീൻ ടിപ്പ് വരുന്നുണ്ടോ, വൈറ്റ് വന്നിട്ട്. ഇത് നല്ല വേരാണ്. തൊടുമ്പം തന്നെ അറിയാം, നല്ല തിക്കായിട്ടിരിക്കും. ഇങ്ങനെ ടിപ്പുകൾ കാണും. നല്ല ആക്റ്റീവായിട്ടുള്ള വേരുകളാണത്. ഇനി ഇങ്ങനെ നൂല് പോലെ കിടക്കുന്ന വേര് കണ്ടോ, ഇതിനൊന്നും യാതൊരു യൂസും ഇല്ല. ഇതിങ്ങനെ വന്നിട്ട് കേടാവുന്നതാണ്. പഴകുന്നതനുസരിച്ച് റൂട്ടുകൾ കേടായി പോകും. പിന്നെ നമ്മളെവിടെയെങ്കിലും തട്ട് ഒടിയൊക്കെ ചെയ്യുവാണെങ്കിലും റൂട്ട് ഡാമേജ് ആവും. അപ്പം അതും കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവേ. വെറുതെ അതവിടെ കിടന്ന് അഴുകത്തേ ഉള്ളൂ. ആ റൂട്ട് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. അതവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പുതിയ റൂട്ട് വരാൻ അനുവദിക്കത്തുമില്ല. വെറുതെ ഒരു ഇൻഫെക്ഷന് ചാൻസ് കൊടുക്കുകയാണ്. അപ്പോൾ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഈ ടിപ്പുകളുള്ള റൂട്ടാണ് ഏറ്റവും നല്ലത്. നമ്മൾ പോട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരുപാട് റൂട്ടുകൾ വരും കേട്ടോ. ഇനി പ്ലാന്റ് ഇപ്പോൾ നന്നായിട്ടൊന്ന് ഫംഗിസൈഡിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ കരിയും കൂടി ജസ്റ്റ് ഈ വെള്ളത്തിൽ തന്നെ അങ്ങ് വാഷ് ചെയ്യുവാണ് കേട്ടോ. കുറച്ച് നല്ല വെള്ളം എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് ഈ കരിയൊന്ന് വാരിയിടാം. ഇത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഈ പ്ലാന്റ്സിന് ഉള്ള പ്ലാന്റ്സ് ആണെങ്കിൽ ഈ വെള്ളം പിന്നെ യൂസ് ചെയ്യരുത്, കളയുക. ഇപ്പോൾ ഈ പ്ലാന്റ് വളരെ ഹെൽത്തിയാണ്, അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ ഒരു വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്തത് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഒരു സെപ്പറേറ്റ് ആയിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിപ്പം വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ ഏതെങ്കിലും പ്ലാന്റ്സിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ ഇതങ്ങ് മാറ്റുവാണ്.
ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ പോട്ട് ചെയ്യാൻ പോവാണ്. പോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലുള്ള ഒരു 3.5 ഇഞ്ച് വരുന്ന പോട്ടാണ് കേട്ടോ ഇത്. ഈ പോട്ടിലാണ് നമ്മൾ സാധാരണയായിട്ട് സീഡ്ലിങ്സ് വളർത്തിയെടുക്കുന്നത്. ഇനി ഇത് ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തെന്നുള്ളേ ഉള്ളൂ. ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഇത് കണ്ടോ, ഈ ചകിരി ഇരിക്കുന്നുണ്ടോ, ഈ ചകിരി നമുക്ക് സാധാരണ എടുത്ത് കളയുന്നൊരു രീതിയുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കരിയോട് മാത്രം ഇട്ട് പോട്ട് ചെയ്യുന്ന രീതിക്കാണ് അങ്ങനെ എടുത്ത് കളയുന്നത്. പക്ഷേ അത് ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കളയാനായിട്ട്. ഈ ഒരു പ്ലാന്റിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് ഭയങ്കര ഡ്രൈ ആവും പ്ലാന്റ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സീസണിൽ നമുക്കിത് കളയാൻ പറ്റത്തില്ല. കളഞ്ഞു കഴിഞ്ഞാൽ ലീഫ് ഫുള്ള് ഇങ്ങനെ ചുളുങ്ങി പോയിട്ട് ഗ്രോത്ത് ഭയങ്കരമായിട്ട് സ്ലോ ആവും. അപ്പോൾ ഒച്ചിൻ്റെ ശല്യം കുറയ്ക്കാനും ഇൻഫെക്ഷൻ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ തൊണ്ട് ഒഴിവാക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഫംഗിസൈഡിലൊക്കെ വാഷ് ചെയ്യുന്നതുകൊണ്ട് തൊണ്ടിരുന്നാലും കുഴപ്പമില്ല. ഇതേപോലെ തന്നെ വിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു പോട്ട് എടുക്കാം. അടിയിലായിട്ട് ഒരു 2 കരി എടുക്കുവാണേ. കരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തൊണ്ടിൻ്റെ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം സൈഡിലായിട്ട്. കുറച്ച് ടൈറ്റായിട്ട് നിൽക്കണം. പ്ലാന്റ് ഇങ്ങനെ ആടി ഇരിക്കുവാണെങ്കിൽ റൂട്ട് പിടിക്കാനായിട്ട് ഒത്തിരി താമസിക്കും. കുറച്ച് ടൈറ്റ് ആവുക, എന്നാൽ നന്നായിട്ട് എയർ ഫ്ലോ ഉണ്ടാവുകയും വേണം. നന്നായിട്ട് ഓക്സിജനൊക്കെ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ പോട്ടി മിക്സ്. ഒരുപാടങ്ങ് കുത്തി നിറച്ച് അതിനെ ബുദ്ധിമുട്ടിക്കരുത്. കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു പ്ലാന്റിൽ എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ബൾബുകൾ കണ്ടോ, ഈ ബൾബുകൾ ഇങ്ങനെ പുറത്തോട്ട് തന്നെ നിൽക്കണം. ഒരു കാരണവശാലും ഇതിങ്ങനെ അടിയിൽ പോകരുത്. അടിയിൽ പോയി കഴിഞ്ഞാൽ ലീഫ് മാത്രം ഇവിടെ വന്ന് നിൽക്കും. ഇത് ഫുള്ള് ഡാമേജായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ അങ്ങ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ പോട്ട് ചെയ്യാം. ഉണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പ്ലാന്റ്സും കൂടെ പോട്ട് ചെയ്യാം. വെള്ളമൊക്കെ ഒഴിച്ച് ഇപ്പോൾ 2 ദിവസമായിട്ട് റെസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫെർട്ടിലൈസർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിന്ന് കൊടുക്കാൻ പോകുന്നത് നമ്മളുടെ ഈ ബിഗിനേഴ്സ് കിറ്റിൽ തന്നെ ഉള്ള ഗ്രീൻ കെയറിൻ്റെ തന്നെ ചെറിയൊരു സാഷയാണ്. ഇത് ഗ്രോത്തിനുള്ളതാണ്. 30-10-10 NPKയിൽ നൈട്രജൻ കൂടുതലുള്ള വളമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് 5 ഗ്രാം വരെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ചെറിയ പ്ലാന്റ്സ് അല്ലെങ്കിൽ ആദ്യമായിട്ട് എടുക്കുന്നവരാണെങ്കിൽ ഒരു 3 ഗ്രാം എടുത്താൽ മതി. കാരണം ഇൻ കേസ് എന്തെങ്കിലും യെല്ലോയിഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതങ്ങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു 3 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം ഞാൻ കാണിച്ചു തരാവേ. ഞാനിപ്പോൾ സ്പൂണൊന്നും എടുത്തിട്ടില്ല. എങ്കിൽ നമ്മൾ എപ്പോഴും എടുക്കുന്നത് നമുക്ക് ഏകദേശം അറിയാൻ പറ്റുമല്ലോ. ഇതുപോലെ ചെറിയൊരു ക്രിസ്റ്റൽ പോലെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. ഇത് നമ്മൾ ക്ലോസ് ചെയ്തപ്പോഴും വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു നനവ് വന്നിട്ട് ഫുള്ളിങ്ങനെ മെൽറ്റായി പോകും. ഇത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലോട്ട് ആഡ് ചെയ്തിട്ട് വേണം ഇത് സ്പ്രേ ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ ഇതങ്ങ് മെൽറ്റാവും. കണ്ടോ, ഇത് വാട്ടർ സോല്യൂബിളാണ്. പെട്ടെന്നങ്ങ് അലിഞ്ഞു ചേരും ഇതിനകത്തോട്ട്. ഇതപ്പോൾ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി 1 ലിറ്റർ വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാൻ. അപ്പോൾ ഒരു ഗ്രീൻ കളറിലുള്ള ചെറിയൊരു വെള്ളമാണ്. ഇത് നമുക്ക് ഈ ഒരു സ്പ്രേയർ ബോട്ടിലോട്ട് ഒഴിക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ ചെയ്തു പോകാം കേട്ടോ. ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒരു വളം കൊടുത്താൽ നല്ല രീതിയിൽ ഗ്രോത്ത് കയറി വരും. കണ്ടോ, ആ 40 മിനിറ്റ്സ് ഫുള്ളി ആയിട്ട് ഇതുകൊണ്ട് നനയണം, ഈ ഒരു വളം കൊണ്ട്. അതുപോലെ ലീഫിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പം അടിവശത്തുനിന്ന് സ്പ്രേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് നന്നായിട്ട് ഗ്രോത്ത് കിട്ടുന്നത്. അടിവശത്താണ് നമ്മളുടെ ഈ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അതിന് ആഹാരം പാകം ചെയ്യുന്നത് ഈ ലീഫുകളുടെ അടി വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അടിയിലേക്ക് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. ഇനി ഭയങ്കരമായിട്ട് യെല്ലോയിഷൊക്കെ ഉള്ള പ്ലാന്റ് ആണെങ്കിൽ ലീഫിലധികം കൊടുക്കാതെ ചുവട്ടിൽ മാത്രം കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത്. അപ്പോൾ രാവിലെ തന്നെ ഈ ഫെർട്ടിലൈസർ കൊടുക്കാൻ ശ്രദ്ധിക്കണം. കൊടുക്കുന്നതിന് മുമ്പ് ഒരു നനയും ആവശ്യമാണ്. അപ്പോൾ നമ്മൾ നനച്ച് വെച്ചിരുന്ന പ്ലാന്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കുന്നത്. നമ്മൾ രാവിലെ ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഒരു 2-3 നേരമൊക്കെ ഇപ്പോഴത്തെ ചൂടിൽ നനയ്ക്കാം. മഴയുണ്ടെങ്കിൽ അധികം നനയ്ക്കേണ്ട, ഒരു നേരം മാത്രം മതിയാവും. അപ്പോൾ ഇത് ഒരു 1 വീക്ക് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോവാം. അപ്പോൾ അടുത്ത ആഴ്ച ഏത് വളമാണ് കൊടുക്കേണ്ടത്, അടുത്ത ആഴ്ച എന്തെങ്കിലുമൊക്കെ കെയറിങ് കൊടുക്കണമോ എന്നുള്ളത് നമ്മൾ അടുത്ത സീരീസ് എപ്പിസോഡ് വീഡിയോയിലായിരിക്കും വരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നിങ്ങളൊന്ന് പോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇത് ഗ്രോവിങ് ആയിട്ട് നമ്മൾ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് വളർത്താൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഓർക്കിഡ്സ് വളർത്താൻ ഇൻട്രസ്റ്റ് ഉള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.